ഹായ് അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കിഡിലൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നൊരു ചിക്കൻ കറിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതേ കണക്കിന് ഭയങ്കര ടേസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ബൗൾ ചിരകിയ തേങ്ങയും 1/2 സ്പൂൺ പെരിഞ്ചീരകവും 2 ഏലക്കവും 5 ഗ്രാമ്പൂവും 2 ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ 1/2 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. തേങ്ങയൊക്കെ ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തണുത്തിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. 1-2 പ്രാവശ്യം നന്നായിട്ട് മിക്സ് ആക്കി ഇളക്കി ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതിയാവും. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അരപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 സവാള നീളത്തിൽ കട്ട് ചെയ്തതും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള ഗോൾഡൻ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് ഞാനിതാ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പുകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പറ്റത്തക്ക വിധം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചെറിയൊരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ച സമയത്ത് അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരപ്പിന് അത്രയും കളർ കിട്ടത്തില്ല കേട്ടോ. അത് നോക്കിക്കേ. എന്തായാലും ഞാൻ ചിക്കൻ പകുതി കുക്കാവുന്ന സമയത്ത് മൂടി തുറന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചോറ്റിനും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാൻ. ബൈ.